ഹായ് ഫ്രണ്ട്സ്, ദീപ ഡെല്ലി ഡയറിയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട്. ഇവിടെ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് പരിപ്പും അതുപോലെ അരിയും വെച്ചിട്ടുള്ള ഒരു ദോശയാണ്. കറുമുറു ദോശ അല്ലെങ്കിൽ കറുപിറു ദോശ, അടദോശ എന്നൊക്കെ നമ്മൾ പറയും. പാലക്കാട് ആണ് കൂടുതൽ ഞാനിത് കണ്ടിട്ടുള്ളത്. അതിനായി ഞാനിവിടെ 1 കപ്പ് പുഴുക്കലരിയും 3/4 കപ്പ് പച്ചരിയും 30 ഗ്രാമോളം കടലപ്പരിപ്പും 30 ഗ്രാമോളം തുവരപ്പരിപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് തോലോട് കൂടിയുള്ള ഉഴുന്നാണ്. അതുകൂടെ ഞാൻ 15 ഗ്രാം ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 15 ഗ്രാമോളം ചെറുപയറും ഞാൻ ചേർത്തി കൊടുത്തിട്ടുണ്ട്. അരിയും പരിപ്പും എല്ലാം നല്ലതുപോലെ തന്നെ 3-4 പ്രാവശ്യം കഴുകിയെടുക്കാം. നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നല്ല വെള്ളം ചേർത്തി സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 3-4 മണിക്കൂർ സോക്ക് ചെയ്താൽ മതി. ഞാനിത് രാത്രി ഇട്ടത് കൊണ്ട് ഞാൻ പുറത്ത് വെക്കുന്നില്ല, ഫ്രിഡ്ജിനകത്ത് തന്നെയാണ് ഞാൻ സോക്ക് ചെയ്യാൻ വെക്കുന്നത്. ഈ പരിപ്പ് ദോശ 4 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം അരച്ച അപ്പം തന്നെ ഉണ്ടാക്കണം. ഒട്ടും തന്നെ പുളിക്കാൻ പാടില്ല. ഇനി നമുക്കിതിലോട്ട് 5-8 വറ്റൽമുളക് കൂടെ കഴുകി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പരിപ്പും അരിയും വറ്റൽമുളകും ഒക്കെ തന്നെ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് വെള്ളമൊന്നും അതിൽ കാണുന്നില്ല, പക്ഷെ വെള്ളമുണ്ട്. അവിടെ നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അത് നമുക്ക് അരയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരയണ്ട, തരി പിരിഞ്ഞരഞ്ഞാൽ മതി. ഈ ദോശയുടെ കൺസിസ്റ്റൻസി അങ്ങനെയാണ് ഉണ്ടാവുക. മാവിൻ്റെ 3 പ്രാവശ്യമായിട്ട് തന്നെ നമുക്ക് എല്ലാ അരിയും പരിപ്പും അരച്ചെടുക്കാം. 3ാമത്തെ ട്രിപ്പോട് ഞാൻ അരയ്ക്കാൻ ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ചെറിയ സ്പൂണ് ജീരകവും അതേ അളവിൽ തന്നെ പെരിഞ്ജീരകവും ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ്. ചിലവർക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാവില്ല, അവരിടണ്ട. ഇനി ഞാൻ 1 സ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടും ഇത്. നമുക്ക് തരിയായിട്ട് തന്നെ എല്ലാം അരച്ചെടുക്കാം. മിക്സിയിലുള്ളത് കൂടെ ഒഴിച്ച് നമുക്ക് അലമ്പി ഒഴിക്കാം. ഇനി നമുക്ക് കായപ്പൊടി കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി മാവിന് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് കുറവാണ് എങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടാവുക. ഒരുപാട് തിക്കാണ്, നമ്മുടെ സാധാരണ ദോശമാവ് പോലെയല്ല ഉണ്ടാവുക. അത് പരിപ്പും എല്ലാം ചേർന്നൊരു ദോശ ആയതുകൊണ്ട് തന്നെ ഹെവി ആയിരിക്കും. ഇനി നമുക്കതിൽ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ചിലവരത് ഇതിലോട്ട് ഇഞ്ചി ഇടും, അതുപോലെ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ മുരിങ്ങയില കിട്ടുമല്ലോ, മുരിങ്ങയില നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. തളിർത്ത മുരിങ്ങയില വേണം ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ എനിക്ക് മുരിങ്ങയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയിലയാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കാം. നല്ല കട്ടിയുള്ള കൺസിസ്റ്റൻസിയാണ്. നമ്മൾ ദോശ ചുട്ടെടുക്കുന്നതും ഒരുപാട് പരത്തി നൈസായിട്ടല്ല. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു ഇരുമ്പ് ദോശക്കല്ലാണ് വെച്ചിരിക്കുന്നത്. ദോശക്കല്ല് ചൂടായി വരുമ്പോൾ അതിലോട്ട് നല്ലതുപോലെ തന്നെ നല്ലെണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണ ഉപയോഗിക്കാം, റിഫൈൻഡ് ഉപയോഗിക്കാം, പക്ഷെ ടേസ്റ്റ് കൂടുതൽ നല്ലെണ്ണയിലാണ്. അല്ലെങ്കിൽ കടലെണ്ണയും ഉപയോഗിക്കാം. എന്നിട്ട് കാഞ്ഞ ദോശക്കല്ലിലോട്ട് നമുക്ക് 1.5 കൈയിലോളം ദോശമാവ് ഒഴിച്ച് നല്ലതുപോലെ ദോശ പരത്തി കൊടുക്കാം. അധികം ചന്നത്തിലല്ല ഞാൻ പരത്തുന്നത്, ആവശ്യത്തിന് കട്ടി വേണം. ഇനി അതിൻ്റെ മേലെ കൂടെ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ക്രിസ്പിയായി വരണം ദോശ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കറുപിറു ദോശ, കറുമുറു ദോശ എന്നൊക്കെ പറയുന്നത്. ഇത് നമുക്ക് തക്കാളി ചട്നി അല്ലെങ്കിൽ ചമ്മന്തി, വേറെ തേങ്ങ ചട്നി, അതുപോലെ അവിയൽ, എന്താണ് നിങ്ങൾക്കിഷ്ടം അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. പ്രത്യേകിച്ച് ഇതിൽ ഒന്നും തന്നെ ഇല്ലെങ്കിൽ, ചമ്മന്തികളൊന്നും തന്നെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാം എരിവും മസാലയും ഒക്കെ ഉള്ളൊരു ദോശ ആയതുകൊണ്ട് തന്നെ
അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുന്ന ദോശയാണ്. നമുക്ക് മറിച്ചിട്ട് നല്ലതുപോലെ ക്രിസ്പി ആക്കി എടുക്കാം. നല്ലതുപോലെ ക്രിസ്പി ആയിട്ടുണ്ടോ, മാക്സിമം ക്രിസ്പി ആക്കി എടുക്കാം നമ്മൾ. അപ്പം നല്ലതുപോലെ ക്രിസ്പിയായി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്കിനി വീണ്ടും എണ്ണ പുരട്ടി കൊടുക്കാം. ഇത് ഞാൻ വേറെ രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വീണ്ടും 1.5 കയ്യിൽ മാവ് ഒഴിച്ചിട്ടുണ്ട്. നല്ലതുപോലെ പരത്തി കൊടുക്കാം, അധികം നൈസല്ല. ആ കയ്യിൽ കൊണ്ട് തന്നെ 4 ഹോളുകൾ നമുക്കുണ്ടാക്കാം. ഇനി നമുക്ക് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് നല്ലതുപോലെ തന്നെ ക്രിസ്പിയാക്കി എടുക്കാം. ഇങ്ങനെയുള്ള ബോട്ടിലായതുകൊണ്ട് അധികം എണ്ണ വീഴത്തില്ല. ഇനി മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് നല്ലതുപോലെ ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി മറു സൈഡും നല്ലതുപോലെ മൊരിഞ്ഞ് വരട്ടെ. 2 സൈഡും നല്ലതുപോലെ മൊരിഞ്ഞതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമാവാതിരിക്കുകയില്ല. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഒരു ലൈക്കും ഹൈപ്പും കൂടെ തരാനും മറക്കരുത് കൂട്ടുകാരെ.